ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതൊരു തീം കേക്കാണ്. അപ്പോൾ ഇതിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കാറും അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈക്കിൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ബോൾസും കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്ലൂബെറി ക്രഷ് ചേർത്തിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ പാനിൽ 2 കേക്കായിട്ട് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. 6 മുട്ട വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ചെയ്തിട്ട് 2 8 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓവനില്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഓവനില്ലാതെ ചെയ്ത കേക്കിൻ്റെ മുകൾ ഭാഗമാണ് കുറച്ച് വൈറ്റ് കളർ പോലെ കാണുന്നത്. ഒരുപാട് മുരിഞ്ഞിട്ട് അല്ല ഉള്ളത്. അപ്പോൾ മറ്റേ കേക്ക് മുകൾ ഭാഗം കുറച്ചും കൂടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1/2 കിലോഗ്രാം വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ബ്ലൂബെറി ക്രഷ് നമ്മൾ വീട്ടിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ബ്ലൂബെറി ക്രഷ് ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് തണുത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഞാനിവിടെ 6 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ച് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബ്ലൂബെറി ക്രഷും ചേർത്തിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിലേക്ക് വരുന്ന വിപ്പിംഗ് ക്രീം ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പാച്ചില വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ല കേക്കിന് നല്ലൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, ചരിഞ്ഞൊന്നും പോകാതെ തന്നെ. 6 ലെയറും ചെയ്തിട്ട് അതിനൊരു നന്നായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ബ്ലൂബെറി ക്രഷ് വെച്ച് ചേർത്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ടാണ് ക്രം കോട്ട് ചെയ്യുന്നത്. എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു അരമണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കളറുള്ള ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ആ ഒരു ടേണിംഗ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് താഴെ വീണിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് വേറൊരു ടേൺ ടേബിൾ ഉള്ളതുകൊണ്ട് എനിക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഇത് നല്ലൊരു ടേൺ ടേബിളായിരുന്നു. ഞാനൊരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേൺ ടേബിളാണ്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബോൾസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ സിലിക്കണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മോൾഡിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ബോൾസ് റെഡിയാക്കുകയാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള മോൾഡാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ഇതിൽ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഫ്രീസറിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് രണ്ടാമതും അതിലേക്കുള്ള ഒരു 2 പ്രാവശ്യം കോട്ടിങ് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ ബോൾസ് എടുക്കുമ്പോൾ പൊട്ടാതെ തന്നെ കിട്ടൂ. അപ്പോൾ ആയിട്ടില്ലാത്തടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ കോട്ടിങ്ങാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ചെറിയ ബോൾസ് റെഡിയാക്കാനായിട്ട് മോൾഡ് ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മെഷറിംഗ് സ്പൂണിലൊക്കെ വരുന്ന ആ ഒരു 2-3 സൈസിലുള്ള സ്പൂൺ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ളത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഫ്രീസറിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 5-10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് രണ്ടാമതും ഇതേപോലെ തന്നെ ഒരു കോട്ടിങ് കൂടി കൊടുക്കുക. അപ്പോൾ അത് ഫ്രീസറിലേക്ക് ആ സ്പൂണെല്ലാം വെച്ചിട്ടുണ്ട്. ആ നേരത്ത് ഞാൻ ആദ്യം ചെയ്ത ആ ചോക്ലേറ്റ് ബോളിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഈ ബോൾസിൻ്റെ ഇതെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. സൈഡിലൊക്കെ ഉണ്ടോ എന്ന് തന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സ്പൂണ് ചോക്ലേറ്റ് ആക്കിയത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് വീണ്ടും സെക്കൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും വീണ്ടും ഫ്രീസറിലേക്ക് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. വെച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ആ സൈഡിൽ മുകൾ ഭാഗത്തുള്ളതൊന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് വേണം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളകി വരും. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബോൾസ് ഉണ്ടാക്കുന്ന സിലിക്കണിൻ്റെ മോൾഡ് ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലുള്ള സ്പൂണ് തന്നെ എടുക്കുക. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടിൽ തന്നെ ഈ ഒരു ബോൾസിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് മെൽറ്റ് ആകുമ്പോൾ 2 ബോൾസും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയ ബോൾസ് എല്ലാം ചെയ്തെടുക്കാം. ചൂടാക്കിയിട്ടുള്ള ഫ്രൈയിങ് പാനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ചൂടാക്കിയിട്ട് വെച്ചിട്ട് ഇതെടുക്കാം. ഒരുപാട് നേരം വെച്ചേക്കരുത്, അപ്പോൾ അത് മെൽറ്റായി പോകും. ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലൗഡ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാറിൻ്റെ ഒരു കുക്കി കട്ടർ വെച്ചിട്ട് സ്റ്റാർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ കുത്തി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടാണ് മുകളിൽ ഇങ്ങനെ ഒന്ന് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കേക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ള ചെറിയ സ്റ്റാറെല്ലാം കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ പരത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലാഡറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് യെല്ലോ കളറിലുള്ള ഫോണ്ടൻ്റ് പരത്തിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോണ്ടൻ്റ് ടൂൾ വെച്ചിട്ട് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ തടിയുടെയൊക്കെ ലാഡറിൽ ഉള്ള ഒരു വര പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ലെങ്താണ് കേക്കിനുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ഈ ലാഡറിൻ്റെ ആ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ക്രോസിന് വെക്കാനായിട്ട് ഇതുപോലെ ചെറുത് കുറേ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളം കുറച്ചൊന്ന് തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിന് ഗോൾഡൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ആ ഒരു പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ടിയിലുള്ള ഒരു ഫോണ്ടൻ്റെ പീസ് എടുത്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോണ്ടൻ്റെ ടൂൾ വെച്ചിട്ട് ഇതിനൊരു ഒരു 4-6 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതേപോലത്തെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടോയ് കാർ പോലുള്ളൊരു ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വീണ്ടും ഒരു ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് വീല് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരെഴുതി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിലേക്ക് കുത്തി കൊടുക്കുന്നതെല്ലാം അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്പർ 1 ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്ലൂ കളറും യെല്ലോ കളറും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ടോയ് കാർ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ട് കുറച്ച് നല്ല കട്ടിയിലുള്ള ഫോണ്ടൻ്റാണ് വേണ്ടത്. എന്നിട്ട് അത് കുറച്ച് നീളത്തിൽ ഒന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ടൂളില്ലെങ്കിൽ നമുക്ക് വിരൽ കൊണ്ടായാലും ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്ക് സൈഡ്, ആ ടോയ് കാറിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീലിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊക്കെ കൈകൊണ്ട് നമ്മുടെ വിരലുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ടൂളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കത്തിയും മാത്രം മതി. ഇതിൻ്റെ ഒരു മക്വീൻ തീമിലുള്ളൊരു ഒരു കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻ്റ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഞാൻ എഡിബിൾ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ് കൊടുക്കാനായിട്ട് 2 ചെറിയ പീസ് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെറുതെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഷേപ്പാക്കുന്നൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്മൈലി ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ഫോണ്ടൻ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കണ്ണ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബ്ലൂ കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അവിടേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എഡിബിൾ പെൻ വെച്ചിട്ടാണ് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഫോണ്ടൻ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി വീൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് നോസിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എഡിബിൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം ഒന്ന് തൊട്ടിട്ട് വീലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിലായിട്ട് ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ ഫോണ്ടൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ക്രോസിന് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കാറ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. തലേ ദിവസമാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. സൈക്കിൾ ചെയ്യാനായിട്ട് അതിൻ്റെ വീലിന് വേണ്ടിയിട്ട് ഇതുപോലെ നോസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ സൈക്കിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈക്കിളാണ്. എന്നിട്ട് എഡിബിൾ പെൻ വെച്ചിട്ട് അതിൻ്റെ വീല് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്ലൂ കളറിലുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സൈക്കിളിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് അതൊന്ന് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് എല്ലാ ജോയിൻറ്റ് വരുന്നിടം എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡിലിൻ്റെ ഭാഗവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബോൾസിലേക്ക് ഗോൾഡൻ ടെസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്തിട്ടുള്ളതിലേക്ക് നമ്മൾ ഗോൾഡൻ ടെസ്റ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. വൈറ്റ് കളറിനെക്കാട്ടും കൂടുതൽ നല്ലത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് ആൽമണ്ട് എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇത് ഫോണ്ടൻ്റെ ആ ഒരു ഇതിലേക്കെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാഡറിലും പിന്നെ അതുപോലെ വണ്ണെന്നുള്ളതിൽ ആ യെല്ലോ കളറുള്ള ഭാഗത്തെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഒരു പീസും യെല്ലോ കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തലേ ദിവസമാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഡ്രൈ ആവാനായിട്ട് വയ്ക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന എല്ലാ ഫോണ്ടൻ്റെ പീസിലും കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം. കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലൂവും കുറച്ച് യെല്ലോടെ ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വൈറ്റ് കളറ് ഈ ഒരു ബ്ലൂവിലേക്ക് മിക്സായി പോവും. കുറച്ച് ഒരു ടോളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് അതിലേക്ക് സ്ക്യൂവർ കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് നല്ലപോലെ ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു 4-5 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലേക്കുള്ള ഫോണ്ടൻ്റൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫോണ്ടൻ്റൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും. ഇതിലേക്കുള്ള ഫോണ്ടൻ്റെ ഡെക്കറേഷനും അതുപോലെ കേക്കും എല്ലാം തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പിറ്റേ ദിവസമാണ് ഇതെല്ലാം ഈ കേക്കിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാറിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്യൂവർ കുത്തി കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ വെയിറ്റും ഉണ്ട്. ആ കേക്കിൻ്റെ ഭാഗം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചോക്ലേറ്റ് ബോൾ വെക്കുന്നിടത്ത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് താഴെ സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കേക്കിലേക്ക് വെക്കുന്നത് പ്രശ്നമില്ല, ഈ കേക്ക് ബോർഡിലേക്ക് വെക്കുന്നത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പേരെഴുതിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈക്കിളും താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കേക്കിലേക്ക് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തിലല്ല ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കേക്കിലേക്കാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ലാഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്പർ 1ഉം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സ്റ്റാറൊക്കെ ഞാൻ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആ സ്റ്റാറിൻ്റെ ബാക്കിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റ് മെൽറ്റ് ആവാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. സ്റ്റിക്ക് നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ക്ലൗഡ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബാക്ക് സൈഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഷുഗർ ബോൾസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറിലുള്ളത്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ് ഇത്. കസ്റ്റമർ നല്ല റിവ്യൂ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്